വീട്ടമ്മയെ ഫോണിൽ വിളിച്ച് അപമര്യാദയെ പെരുമാറിയ കോവളം എം.എൽ.എ. എം വിൻസെന്റിനെതിരെ പരാതിയുമായി യുവതിയുടെ ഭർത്താവ്. ആത്മഹത്യാ ശ്രമം നടത്തിയ യുവതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷീജ, വിൻസെന്റ് എം.എൽ.എ. ഏത് രീതിയിലാണ് ആ സ്ത്രീയോട് സംസാരിച്ചത്? എന്താണ് ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്? പ്രജീഷ്, വിൻസെന്റ് എം.എൽ.എ. ആയി സ്ഥാനമേറ്റതിനു ശേഷം മുതൽ ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് ഈ വീട്ടമ്മയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഫോൺ മുഖേനയുള്ള ശല്യം വർദ്ധിച്ചു വന്നു. ഈയിടയ്ക്ക് അത് കൂടുതലായ സാഹചര്യത്തിൽ പല പല നമ്പറുകളിൽ നിന്നായി ഇത്തരത്തിൽ എം.എൽ.എ. വീട്ടമ്മയെ നിരന്തരം വിളിച്ച് മോശം രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ഭർത്താവിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് വലിയ 2 ദിവസം മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ. എന്നാൽ ഭർത്താവിനോട് കാര്യങ്ങൾ ഭാര്യ വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇപ്പോഴേതായാലും തിരുവനന്തപുരം നേരത്തെ സമീപമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുക തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഭർത്താവ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. എന്നാൽ വീട്ടമ്മയ്ക്ക് ഇതുവരെയും ബോധം വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടമ്മയുടെ ബോധം വീഴുന്നവർക്ക് തന്നെ അവരിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള മൊഴി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് പരാതി കേസെടുക്കുന്ന തരത്തിലേക്ക് ഭർത്താവ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? നേരത്തെ തന്നെ ഒരുപക്ഷെ കുറെ കാലം തൊട്ടായി ഇങ്ങനെയുള്ള ഒരു ശല്യം ചെയ്യലിന്റെ ഭാഗമാണോ? യുവതി എപ്പോഴാണ് ഇത് കാര്യങ്ങൾ പുറത്തേക്കൊക്കെ പറയുന്നത്? അത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത്, ഈ വീട്ടമ്മയെ നേരത്തെ തന്നെ എം.എൽ.എക്ക് അറിയാവുന്നതാണ്. അവർ വർഷങ്ങളായുള്ള പരിചയം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ മോശം ഒരു പെരുമാറ്റം എം.എൽ.എയുടെ ഭാഗത്തു നിന്നും ഈ എം.എൽ.എ. ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെയും ഉണ്ടായിട്ടില്ല എന്നാണ് ഭർത്താവിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ എം.എൽ.എ. ആയി അദ്ദേഹം സ്ഥാനമേറ്റതിനു ശേഷം ആണ് ഇത്തരത്തിൽ നിരന്തരം ഫോണിൽ വിളിച്ചൊരു ശല്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അതിൽ ആദ്യ എം.എൽ.എ. ചുമതലയേറ്റപ്പോൾ പോലും അത്തരത്തിൽ വലിയ ശല്യം ഉണ്ടായതില്ലെങ്കിലും ഈ ഇടയ്ക്ക് വലിയ ശല്യമായി അത് മാറുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലാണ് ഈ ഭർത്താവും മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇനി വീട്ടമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാലേ ഇതിൽ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഭർത്താവിന്റെ പരാതിന്മേൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ആശങ്കാജനകമായി തുടരുക തന്നെയാണ്. നിലവിൽ ഇപ്പോഴും അവർ ICUവിലാണ്. ബോധം ഇതുവരെയും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അത്രത്തോളം മോശമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ആശുപത്രിയിലും എത്തിച്ചത്. ഏതായാലും അവർ ആരോഗ്യം വീണ്ടെടുക്കുന്നവർക്ക് അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ഷിജയാണ് വിവരങ്ങൾ നൽകിയത്.